ഇതാണ് എനിക്ക് പറയാനുള്ള എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം. ഇത് തന്നെ, ലവിംഗ്ലി യുവേഴ്സ് മോഹൻലാൽ. ആർക്കും കിട്ടിയിട്ടുണ്ടോ? അവിടെ ആർക്കും കിട്ടിയിട്ടില്ല, എനിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആ ഒരു സന്തോഷം ഞാൻ തീർച്ചയായും എന്താ പറയുക, അത് അല്ലേ, അതുകൊണ്ട് വലിയൊരു സന്തോഷം. അത് എനിക്ക് എൻ്റെ കുറച്ച് ഡ്രസ്സുകൾ വലിച്ചെറിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു സങ്കടം എനിക്ക് മാറിയത് ഈ ലാലേട്ടൻ്റെ ഈ സാധനം കിട്ടിയപ്പോഴാണ്. പിന്നെ ഈ വന്നിറങ്ങുമ്പോൾ ഉണ്ടായിരുന്ന നമ്മളെ എയർപോർട്ടിൽ ഉണ്ടായിരുന്ന ആ ഒരു സ്വീകരണം ഒരിക്കലും മറക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇതിന് ഇത്രയും ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇത്രയും ഇമ്പാക്റ്റ് ഉള്ളൊരു സംഭവമാണ് എന്നുള്ള കാര്യം ഞാൻ പ്രതീക്ഷിച്ചില്ല. വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഇതാ കണ്ടപ്പം ഉള്ള സന്തോഷം, ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, അതെല്ലാം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുവാണ്. അതിൻ്റെ ഒരു സന്തോഷത്തിലാണുള്ളത്. അത്ര തന്നെ, വേറൊന്നും പറയാനില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വഴിയെ ഞാൻ പറയാം. അവിടുത്തെ കാര്യങ്ങളും അവിടുത്തെ ഓരോരുത്തരെ പറ്റിയുള്ള വിശകലനവും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ ഞാൻ പറയാം. താങ്ക് യു ഓൾ. ലാലേട്ടനെ ഒരു 2 വട്ടം ഞാൻ ഒരു പ്രാവശ്യം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെട്ടമല്ല എന്തായിരുന്നു, മറ്റേ കണ്ണ് കാണാത്ത ഒപ്പം അല്ലേ, ഒപ്പത്തിൻ്റെ ഷൂട്ടിന് ചിത്രാഞ്ജലി സ്റ്റുഡിയോ ഞാൻ ഷൂട്ടിന് പോയപ്പോൾ അവിടെ വെച്ചിട്ട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പിന്നെ പാലക്കാട് വേറൊരു ഷൂട്ടിന് പോയപ്പോൾ അതേ ഹോട്ടലിൽ ലാലേട്ടൻ ഉണ്ടായിരുന്നു, അവിടെ വെച്ച് അങ്ങനെ 1-2 പ്രാവശ്യം കണ്ട ഒരു എക്സ്പീരിയൻസ്. പക്ഷേ അതൊന്നുമല്ല, ഓണത്തിന് ലാലേട്ടൻ വന്നിട്ട് ലാലേട്ടൻ്റെ അടുത്തിരുന്നിട്ട് ആ തിരുവാതിരയൊക്കെ കണ്ടത്. ഞാൻ തിരുവാതിരയല്ല കണ്ടത്, ഞാൻ ഇങ്ങനെ ലാലേട്ടൻ ഇങ്ങനെ നോക്കാം. അയ്യോ ഓ ലാലേട്ടൻ്റെ കൂടെ അത് ഭയങ്കരമായിട്ട് അടുത്തിരുന്ന നെവിൻ അതിനിടയ്ക്ക് വന്നിട്ട് പറയുന്നുണ്ട്, പിന്നെ മാറ് ഞാൻ ഇരിക്കട്ടെ, അവൻ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറി കൊടുത്തന്നെ അവൻ അവിടെ കയറിയിരുന്നു. പിന്നെ അവൻ അവിടെ മാറില്ല. പിന്നെ എനിക്ക് പിന്നെയും കിട്ടിയ അവസരം അതൊക്കെ ഒരു അനുഭവമാണ്. പിന്നെ ഈ ഫാൽക്കെ അവാർഡ് കിട്ടിയതിൻ്റെ ആ മൊമെന്റിൽ ലാലേട്ടനുമായിട്ട് അത് സംസാരിക്കാൻ എത്ര ആൾക്കാർക്ക് വിഷ് ചെയ്യുന്നുണ്ടാവും. സാധാരണ നമ്മൾ ഇവിടെ ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആശംസകൾ ലാലേട്ടൻ. ഈ ആശംസ നേരിട്ട് പറയാൻ പറ്റില്ല. നമ്മൾ കണ്ട ഒരു കഥാപാത്രത്തെ പറ്റി ലാലേട്ടനൊക്കെ പറയാൻ പറ്റി. അതൊക്കെ ഒരു വല്ലാത്ത അനുഭവം തന്നെയാണ്. ഒരു തീച്ചൂള, ആ തീച്ചൂളക്കുള്ളിൽ നിന്ന് ഞാൻ പുറത്തേക്ക് വന്നതാണ്. 30 ദിവസം. ആ 4 ആഴ്ച എനിക്ക് ഏതായാലും സന്തോഷം തന്നെ. എന്ന് വെച്ചാൽ ക്യാപ്റ്റനായി വൈൽഡ് കാർഡായി വന്നതിൻ്റെ പിറ്റത്തെ ആഴ്ച തന്നെ എനിക്ക് ആ നോമിനേഷൻ ഫ്രീ കിട്ടി. അത് ക്യാപ്റ്റൻസി കളിച്ച് നേടി. എല്ലാം എനിക്ക് അനുഭവിക്കാൻ പറ്റി എന്നുള്ളൊരു സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക് യു. ബാക്കിയൊക്കെ വഴി നല്ല പേരോടുകൂടി തന്നെയാണ് സ്നേഹിച്ചു തന്നെ പറയാം. ജിഷേനെ പറ്റി ആൾക്കാർക്ക് ഉണ്ടായിരുന്ന ഒരു ഇമേജ് ഉണ്ടായിരുന്നു, ഒരു നെഗറ്റീവ് ഇമേജ്. അത് കുറെ മാറിയിട്ടുണ്ട്. സന്തോഷത്തോടു കൂടിയാണ് ഇറങ്ങിയതിന്റെ വിഷമം. ഒരുപാട് പേര് അത് കേൾക്കുമ്പോൾ സാധാരണക്കാര്, അതാണ് നമുക്കുള്ള ഏറ്റവും വലിയൊരു തപ്പ് എന്ന് പറയാം. അൺഫെയർ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ആക്ച്വലി എന്തുകൊണ്ടായിരിക്കും അത് വിശകലനം ചെയ്തിട്ട് ഞാൻ പറയാം നിങ്ങളുടെ. ഓക്കെ, തൽക്കാലം താങ്ക് യു. അത് ഞാൻ പറയാം. നിങ്ങളെ പോലെ എനിക്കും അറിയാം, ഞാനൊരു ഗ്രൂപ്പിൽ കളിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. അതെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഒരു ഗ്രൂപ്പിലും ഞാൻ പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. ഒരു പങ്ങളൂട്ടി കളിക്കുകയോ ഒന്നും പരിപാടിക്ക് ഒരു പേരുണ്ടായിരുന്നു അനുമോൾ കൈൻഡ്. പക്ഷേ ആ അനുമോൾക്കെതിരെ തന്നെ ഞാൻ പല ഇതിലും അനുമോൾക്കെതിരെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും അങ്ങനെ വെച്ചിട്ടൊന്നുമില്ല. ഗെയിം ഈസ് ഗെയിം. ആദ്യം ഒരു സപ്പോർട്ട് കൊടുത്തു കയറിയപ്പം. സപ്പോർട്ടല്ല, നമ്മളെ കുട്ടിയല്ലേ അത്. നമുക്ക് പണ്ടേ അറിയുന്നില്ല. വേറൊരു ഷോയിൽ ഇത്രയും ഒന്നിച്ച് വർക്ക് ചെയ്തല്ലേ. അപ്പോൾ 7 വർഷമായിട്ട് അറിയുന്ന ആ കുട്ടീനെ നമ്മളെന്തിനാണ് ആരും വെറുക്കാനല്ലോ നമ്മൾ പോയത്, ഒരു ഗെയിം കളിക്കാനല്ലോ. ആ ഗെയിം കളിച്ച് ഞാനത് അവിടെ പറഞ്ഞൊരു ഡയലോഗർ പറഞ്ഞ ഒരേ ഒരു ഡയലോഗ്, ആ ഡയലോഗ് തന്നെ ഞാൻ പറയാം. ഞാൻ മോശമായതുകൊണ്ട് എന്നല്ല, എന്നേക്കാൾ ചിലപ്പോൾ ഒരുപടി അവർ മുമ്പിൽ നിൽക്കുന്നുണ്ടായിരിക്കാം. അതായത്